ഹായ് ഫ്രണ്ട്സ്, 2 തവണ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കേരളം എന്ത് ചെയ്യുകയായിരുന്നു? ചോദിക്കുന്നത് മറ്റാരുമല്ല, കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ. അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടേ ഇല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. എന്താ കഥ? റെഡ് അലർട്ട് നൽകിയിട്ടില്ല എന്നും ഓറഞ്ച് അലർട്ട് മാത്രമേ നൽകിയിരുന്നുള്ളൂ എന്നും ദുരന്തം സംഭവിച്ചതിന് ശേഷമാണ് റെഡ് അലർട്ട് നൽകിയതെന്നും മുഖ്യമന്ത്രി പറയുന്നു. നമുക്കറിയാം, മുന്നറിയിപ്പ് എന്ന് പറയുന്നത് കാലാവസ്ഥാ മുന്നറിയിപ്പാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അങ്ങനെ ഇടയ്ക്കിടെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടേയിരിക്കും. കാലാവസ്ഥാ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ്, ഒരു മുന്നറിയിപ്പ്. അതിങ്ങനെ ഓറഞ്ച് അലേർട്ട്, യെല്ലോ അലേർട്ട്, റെഡ് അലേർട്ട് അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിന്റെ പേരിൽ ഒരു ജില്ലയെ മൊത്തം ഒഴിപ്പിക്കാൻ പറ്റുമോ? ഒരു ജില്ലയോ? ബാക്കി ജില്ല എവിടെ പോയി? ഒരുപക്ഷെ കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ അറിയാൻ പാടില്ലാത്തതായിരിക്കണം കേന്ദ്രമന്ത്രി ഇങ്ങനെ പ്രസ്താവിച്ചത്. ഉദാഹരണത്തിന്, ഇടുക്കി ജില്ലക്കാർ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞാൽ ഒഴിഞ്ഞു പോകുമോ? അവരെങ്ങോട്ട് പോകും? മലയോര മേഖലയെ മൊത്തം ഒഴിപ്പിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെടൽ അവർ ചെയ്യുകയില്ല, അവർ പോരുകയില്ല. ജലനിരപ്പ് ഉയരുന്നു, ഇനി തുടർന്ന് അപകടമാണ്, ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകും. അതല്ലാതെ കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ വാർണിംഗ് ഉണ്ട്, നിങ്ങളെല്ലാം ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ അവരാരും കേൾക്കുകയില്ല. നടക്കുന്ന കാര്യമല്ല. ഉദാഹരണത്തിന്, ഇന്നേ ദിവസം തന്നെ 8 ജില്ലയിലെ റെഡ് അലേർട്ട്. ആ 8 ജില്ലക്കാരെ ഒഴിപ്പിക്കാൻ പറ്റുമോ? എങ്ങോട്ട് ഒഴിപ്പിക്കും? അവരൊഴിഞ്ഞു പോകുമോ? ഇല്ല. ഞാൻ വീണ്ടും പറയുന്നു, കേരളത്തിന്റെ പ്രത്യേകതകൾ അറിയില്ലാത്തത് കൊണ്ടാണ് കേന്ദ്രമന്ത്രി ഇങ്ങനെ പ്രസ്താവിച്ചത്. അദ്ദേഹം കേന്ദ്രമന്ത്രിയാണോ ഗുജറാത്ത് മന്ത്രിയാണോ എന്ന് സംശയിക്കേണ്ടി വരും. അതിലെല്ലാം ഉപരി ഒരു ജനത മൊത്തം വിറങ്ങലിച്ച് നിൽക്കുമ്പോ കൂടെ നിൽക്കുകയാണോ വേണ്ടത്? ചെളിവാരി എറിയുകയാണോ? പരസ്പരം പഴിചാരാനും ചെളിവാരി എറിയുവാനുള്ള അവസരമാണോ ഇത്? ശക്തമായി കൂടെ നിൽക്കുകയല്ലേ വേണ്ടത്? എന്തേ ആ മനോധർമ്മം നമ്മുടെ കേന്ദ്രമന്ത്രി കാണിക്കുന്നില്ല? അതാണ് എന്റെ സംശയം. അവിടെയാണ് പ്രശ്നം. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കിട്ട് പറ്റുന്ന പാലയെല്ലാം പണിയാമെന്ന് അദ്ദേഹം തീരുമാനിച്ചപ്പോൾ എന്ത് പറയാനാ? അദ്ദേഹം പറയട്ടെ, അത്രേ ഉള്ളൂ. ഈ സന്നിഗ്ധ ഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കൂടെയുണ്ടെന്ന് ബോധ്യം ഉണ്ടാവണമെങ്കിൽ, ഈ ജനതയ്ക്ക് ബോധ്യം ഉണ്ടാവണമെങ്കിൽ ഇത്തരം പ്രസ്താവനകൾ ഒഴിവാക്കുക തന്നെ വേണം. എല്ലാവരും ഒത്തൊരുമിച്ച് ഒരേ മനസ്സോടെ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ട അവസരമാണിപ്പോ. നമുക്കതിനായി ദുരന്ത ഭൂമിയിലെ ദുഃഖിതരായ മനുഷ്യാത്മാക്കളോട് കൂടെ ചേർന്ന് നിൽക്കാം ഒരേ മനസ്സായി. ഇനിയും കൂടുതൽ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ.